നമസ്കാരം. E20 വ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ലാസ്റ്റ് വീഡിയോ സുകന്യ സമൃദ്ധി യോജന എന്ന 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്കീമിനെ കുറിച്ചായിരുന്നു. വളരെ നല്ല പ്രതികരണമാണ് ആൾക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അതിൽ സന്തോഷം. എല്ലാവരോടുള്ള നന്ദി ആദ്യമേ തന്നെ പറയട്ടെ. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഫെബ്രുവരി 15 മുതൽ സെൻട്രൽ ഗവൺമെൻറ് ഫാസ്ടാഗ് കമ്പൽസറി ആക്കിയേക്കാണ്. ഇൻ കേസ് ഒരു വണ്ടിയിൽ ഫാസ്ടാഗ് ഇല്ല എങ്കിൽ ആ വണ്ടി ഇരട്ടി പെനാൽറ്റിയാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഫാസ്ടാഗ് നിർബന്ധമാക്കിയ അവസരത്തിൽ നമുക്ക് എങ്ങനെ എല്ലാ വണ്ടികൾക്കും അത് ഇപ്പോൾ ഒരു ലാസ്റ്റ് 1-2 വർഷമായിട്ട് ഇറങ്ങുന്ന വണ്ടികളിലെല്ലാം ഫാസ്ടാഗ് ഉണ്ട്. പക്ഷേ പഴയ വണ്ടികളിലും ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ വഴി കിട്ടുന്ന Paytm ആപ്പ് വഴി നമ്മുടെ ഫാസ്ടാഗ് എങ്ങനെ ആക്ടിവേറ്റ് ആക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ Paytm ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ടോപ്പിൽ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഫാസ്ടാഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്ടാഗിൻ്റെ ഒരു പേജിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 8 തരം ഫാസ്ടാഗുകളുണ്ട്. ലൈറ്റ് വെഹിക്കിൾസിനൊക്കെയാണ് നോർമലി നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കാറ്, ജീപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻ എടുക്കുന്നത്. വേറൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട് കൊമേഴ്ഷ്യൽ വാൻ എന്നും പറഞ്ഞ്. അങ്ങനെ 2 ഓപ്ഷനാണുള്ളത്. അതിൽ നമുക്ക് നോർമലി കാറ്, ജീപ്പ് എന്നുള്ള ഓപ്ഷൻസ് മതി. വാഹനങ്ങൾ ഏകദേശം 8 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് രണ്ടാമത് നമ്മൾ കാണുന്ന ഓപ്ഷൻ. ഇനി ആദ്യത്തെ ഓപ്ഷനിലോട്ട് തന്നെ വരാം. ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ ആദ്യം വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്യുക. വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്ത് താഴോട്ട് വരുമ്പോൾ വണ്ടിയുടെ RC ബുക്കിൻ്റെ 2 വശങ്ങളും ചോദിക്കുന്നുണ്ട്. RC ബുക്കിൻ്റെ 2 വശങ്ങൾ എൻ്റർ ചെയ്യുക. അടിയിലേക്ക് പോകുമ്പോൾ അവിടെ ബൈ ഫോർ 350 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നു. അവിടെ നമ്മുടെ അഡ്രസ്സുകൾ ചോദിക്കും. അപ്പോൾ അതിൽ വേറൊന്നുമല്ല, നമ്മുടെ ഈ ഫാസ്ടാഗ് നമുക്ക് കൊറിയറായിട്ട് വരുമ്പോൾ വേണ്ട അഡ്രസ്സാണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നു. നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ ട്രാൻസാക്ഷനാണ് ചോദിക്കുന്നത്. ഈ രീതി തന്നെയാണ് നെക്സ്റ്റ് ഓപ്ഷൻ. നമ്മൾ ആദ്യം പറഞ്ഞ നെക്സ്റ്റ് ഓപ്ഷൻ ഗെറ്റ് കൊമേഴ്ഷ്യൽ ടാക്സ് എന്നുള്ള ഓപ്ഷനിലും പറയുന്നത്. അതിൽ നമ്മൾ ചെല്ലുന്നു. പേയ്മെൻറ്റ് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. നമ്മൾ വാഹനങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുന്നു. നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പറയുന്ന ഓപ്ഷൻ വേറൊന്നുമല്ല. നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ 350 റുപ്പീസ് പറഞ്ഞു, നമ്മൾ ആ എമൗണ്ട് നമ്മുടെ തീർന്നു പോയി. എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഈ പേജിൽ തന്നെ നമ്മളൊരു ഓപ്ഷൻ കാണുന്നത് ആഡ് മണി ടു Paytm ഫാസ്ടാഗ് എന്ന് പറയുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ എത്രയാണ് ആഡ് ചെയ്യുന്നത് ആ എമൗണ്ട് ഇടുന്നു. അവിടെ നെക്സ്റ്റ് അടിച്ച് നമ്മുടെ ATM കാർഡ് വഴി അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വഴി നമ്മുടെ ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വാലറ്റിൽ അവിടെ പൈസ കയറുന്നു. നമ്മളൊരു ടോളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സെൻസറുകളുണ്ട്. ആ സെൻസറുകൾ നമ്മുടെ വാഹനം പോകുന്ന ആ നിമിഷം തന്നെ ടോളിലുള്ള സെൻസർ നമ്മളുടെ നിന്ന് ആ എമൗണ്ട് ഓട്ടോമാറ്റിക് മൈനസ് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിടയ്ക്ക് ചെക്ക് ചെയ്ത് നമ്മുടെ വാലറ്റിൽ ക്യാഷ് ഇടണമെങ്കിൽ നമ്മൾ ക്യാഷ് ഇട്ട് കൊടുക്കണം, അത്രമാത്രം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞല്ലോ. പ്രധാന കാര്യം, നമ്മുടെ വാഹനം വിറ്റു എന്നിരിക്കട്ടെ, ആ ഫാസ്ടാഗ് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫാസ്ടാഗിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ തന്നെ വേറൊരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ നിങ്ങളുടേത് Paytmൻ്റെ ഫാസ്ടാഗ് അല്ല എന്നിരിക്കട്ടെ, ഏത് ഫാസ്ടാഗ് ആണെങ്കിലും അത് റീചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അതിലുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ന്യൂസ് വരുന്നതുവരെ ബൈ.